അപ്പൊ നീ അദ്ദേഹത്തെ കണ്ടിരുന്നോ? അദ്ദേഹം നിന്നെ കാണുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ നിന്നെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. എവിടെ പോയെന്ന് അദ്ദേഹം നിന്നോട് പറഞ്ഞിട്ടുണ്ടാവും. എവിടെയാണ് അദ്ദേഹം പോയത്? തൃശൂർ. ഉത്തരം പറ മോനെ, എന്താ ഉണ്ടായത്? എന്നോട് പറ. അച്ഛനെ കണ്ടായിരുന്നു. പിന്നെ എവിടേക്കോ പോയി. എങ്ങോട്ട് പോയി? എവിടേക്കോ പോയെന്നൊന്നും പറഞ്ഞില്ല. ഞാനും ശിവാനും തിരിച്ച് വീട്ടിലേക്ക് എത്തി, അത്രേ ഉള്ളൂ. തൃശൂർ, എന്ത് കാര്യമാണെങ്കിലും നിസ്പഷ്ടമായിട്ട് പറ. മുതലാളി അവസാനമായിട്ട് കണ്ടത് നിന്നെയാണെന്ന് ഓർക്കണം. അപ്പൊ നിനക്കറിയായിരിക്കുമല്ലോ. ശരിക്കും ആലോചിച്ചിട്ട് പറ. അദ്ദേഹം എവിടെയെങ്കിലും പോകുന്നു നിന്നോട് പറഞ്ഞോ? പറയടാ. എനിക്കൊന്നും അറിയില്ല അച്ഛൻ. വെറുതെ ഓരോന്നിങ്ങനെ ചോദിച്ചോണ്ടിരിക്കല്ലേ അച്ഛൻ. ഞാൻ അല്ലെങ്കിൽ എന്തൊക്കെയോ ടെൻഷൻ അടിച്ചോണ്ടിരിക്കുക. അതിന്റെ ഇടയിൽ വെറുതെ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചോണ്ടിരിക്കല്ലേ. എനിക്കൊന്നും അറിയില്ല. അച്ഛൻ വേറെ ആരെങ്കിലോട് പോയി ചോദിക്കും. തൃശൂൽ മോനെ, തൃശൂൽ. എന്റെ മോനെന്താ എങ്ങനെ? ദിഗ്വിജയനെ പറ്റി ചോദിക്കുമ്പോ അവൻ എന്താ ഇങ്ങനെ പെരുമാറുന്നേ? കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, സങ്കടങ്ങൾക്കിടയിൽ ജീവിച്ച മതിയായി. ഞാൻ ആദിശേഷനെ എന്റെ ഒപ്പം വിളിച്ചോണ്ട് നാഗലോകത്തേക്ക് വരാൻ പോവുകയാണ്. സാധ്യമല്ല, അത് സംഭവിക്കുകയുമില്ല. എന്തുകൊണ്ട് സ്വാമിജി? മാനവ തൃശൂലിനെ സംബന്ധിച്ച് നാഗലോകം നിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പൂർവ്വജന്മത്തിന്റെ ഓർമ്മകൾ വന്നേ മതിയാവൂ. ഓർമ്മകൾ വന്ന് നാഗമാണിക്യം വിഴുങ്ങി ആദിശേഷനായി തീരേണ്ടതാണ്. എങ്കിൽ മാത്രമേ അവന് നാഗലോകത്തേക്ക് പ്രവേശിക്കുവാനാവൂ. നിന്റെ എടുത്തുചാട്ടം മൂലം എന്തു വലിയ ദുരന്തമാണ് ഉണ്ടാവാൻ പോകുന്നത്. സ്വാമിജി, ഇനിയും എന്ത് ദുരന്ത കാത്തിരിക്കുന്ന? ദുരന്തം ഇനിയും നീ ആലോചിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ മഹാദുരന്തം. നീ ചെയ്ത തെറ്റ് കാരണം ഈ നാഗലോകത്തിനുണ്ടാവാൻ പോകുന്ന ദുരന്തം. ഇതിനെല്ലാം പരിഹാരമേ ഇല്ലേ? ഞാൻ ചെയ്ത തെറ്റിന് യാതൊരു പരിഹാരവും ഇല്ലേ? ഏതൊരു പ്രശ്നങ്ങൾക്കും എന്തെങ്കിലും ഒരു പരിഹാരം കാണുമല്ലോ. അങ്ങനെയല്ലേ ഗുരുജി? വഴിയുണ്ട്, നീ വിചാരിക്കണം. പറയൂ ഗുരുജി. ഞാനും ആദിശേഷനും നാഗലോകത്തേക്ക് തിരിച്ചു വരാൻ ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാണ് ഗുരുജി. അങ്ങനെ സംഭവിക്കണമെങ്കിൽ ആദിശേഷന് ഓർമ്മ തിരിച്ചു കിട്ടണം. നീ പറയുന്ന സത്യം ആദിശേഷന് കേൾക്കാൻ സാധിച്ചില്ലെങ്കിൽ നീ വേറെ വഴി തന്നെ പോകണം. അതെപ്പോഴും പ്രണയത്തിന്റെ വഴിയാണ്. നിങ്ങളുടേത് വെറും പ്രണയമല്ല, ജന്മജന്മാന്തര പ്രണയമാണ്. നിങ്ങൾക്കിടയിൽ പ്രണയം അധികരിച്ചാൽ അവൻ ഓർമ്മകൾ സ്വന്തമായിട്ട് തന്നെ തിരിച്ചു വരും. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ പ്രയത്നത്തിനിടയിൽ നിന്റെ മരണം വരെ സംഭവിച്ചേക്കാം. സ്വാമിജി, അതെങ്ങനെ? നിന്റെ മുന്നിലുള്ളത് നിന്റെ ഭർത്താവ് ആദിശേഷനാണ്. അവന് പഴയ ഓർമ്മ കിട്ടുന്നതാണ് കാര്യമെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ശത്രുക്കൾക്ക് നാഗമാണിക്യം നേടാനുള്ള പോരാട്ടമാണ് വലുത്. ഈ ശത്രു സൈന്യം വളരെ വലുതാണ്. അതേത് നിമിഷത്തിൽ വേണമെങ്കിലും നിന്റെ കഴുത്തിൽ എത്തിച്ചേർന്നേക്കാം. ഇതിനെല്ലാം കാരണമായി തീർന്നത് നീ നാഗലോകത്തിന്റെ നീതി നിയമങ്ങൾക്കെതിരെ പോയതാണ്. ആദിശേഷൻ മനുഷ്യരെ വിശ്വസിച്ച് പറ്റിക്കപ്പെട്ട് അവരെ വിശ്വസിച്ച് സ്വന്തം പ്രാണൻ നഷ്ടപ്പെടുത്തിയതും നീ എടുത്തുചാടി നാഗമാണിക്യം വിഴുങ്ങിയതും ഇതിനെല്ലാം കാരണം നിന്റെ ചട്ടലംഘനമാണ്. മുൻപോട്ട് നിന്നെ അതുതന്നെ നാശം ചെയ്യുന്നതിന് മുൻപേ നീ സൂക്ഷിക്കേണ്ടതാണ്. ആദിശേഷൻ എല്ലാ ഓർമ്മകളും വരുന്ന രീതിയിലാക്കി അവനിലേക്ക് നാഗമാണിക്യം എത്തിച്ചിട്ട് ആദിശേഷന്റെ ഓർമ്മകൾ വരുത്തി അവനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു കൊണ്ടുവരണം. എന്നാൽ ഈ പ്രയാണത്തിനിടയിൽ നിന്റെ മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഓർമ്മിച്ചുകൊള്ളുക. എത്ര വലിയ പാപിയാണ് ഞാൻ. എത്ര വലിയ പാപിയാണ് ഞാൻ. ഈ ജഗത്തിലേക്ക് എന്നെ കൊണ്ടുവന്ന ആളെ തന്നെ, ആ ആളെ തന്നെ എന്നെ കൈകൾ കൊണ്ട് ഞാൻ തിരിച്ചു പറഞ്ഞയച്ചില്ലേ? അയ്യോ, എന്തൊക്കെ ചെയ്ത് കൂട്ടുന്നേ. ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നേ. ഈ കൈകൾ കൊണ്ടായിരുന്നില്ലേ ഞാൻ എന്റെ അച്ഛനെ കൊന്നു കളഞ്ഞത്. ജയ് ഭോലേനാഥ. സ്വാമിജി, ജയ് ഭോലേനാഥ. പശ്ചാത്താപം, പാപഹത്യ,
പാപഭീതി. ജീവൻ തന്നവന്റെ ജീവനെടുത്ത സങ്കടം നിന്നെ ജഗത്തിലേക്ക് കൊണ്ടുവന്നെന്ന് നീ കരുതുന്നവനെ നീ കൊന്നുവോ? നീ ചെയ്തത് ഘോര പാപമെന്ന സങ്കടമാണോ? ആ സങ്കടമല്ല നിന്നെ നരകത്തിലേക്ക് തള്ളിവിടും എന്ന പേടിയാണോ? അല്ല സ്വാമിജി, അങ്ങേക്കാണ് മനസ്സിലായി. സർവാന്തർയാമി ആ രണധീരന്റെ ഒരു കണമാണ് നീ. ആ ശ്മശാന ഭൂതന്റെ ഭൂതനാണ് ഞാൻ. അങ്ങനെ ഉള്ളപ്പോൾ ജനനത്തിന്റെ കണക്ക്, മരണത്തിന്റെ കണക്ക്, ആ എല്ലാ കണക്കുകളും എനിക്ക് അറിയാതെ പോകുമോ? മനസ്സിലാക്കിക്കോ, അവന്റെ മരണം നിന്റെ കൈകൊണ്ടായിരിക്കുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. എന്തൊക്കെ സ്വാമിജി ഇത്? അങ്ങേക്കെല്ലാം ആദ്യമേ അറിയാമായിരുന്നു? അല്ല, ഇതിനേക്കാൾ മുൻപേ നമ്മൾ എത്രയോ തവണ കണ്ടിരിക്കുന്നു. അപ്പോഴേ സത്യങ്ങൾ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ മരണം എന്റെ കൈകൊണ്ട് സംഭവിക്കില്ലായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നെങ്കിലും ഇല്ലായിരുന്നെങ്കിലും, നീ അറിഞ്ഞാലും അറിയാതിരുന്നാലും അവന്റെ മരണം നിന്റെ കൈകൊണ്ടാണെന്നത് ഉറപ്പാണ്. സ്വാമിജി, ഞാൻ ചെയ്തു പോയതൊക്കെ തെറ്റല്ലേ? തെറ്റ് ശരി എന്നുള്ളത് അവൻ നോക്കുന്ന രീതിയിലാണുള്ളത്. തെറ്റെന്നത് കാണുന്നവന്റെ നോട്ടത്തിലാണുള്ളത്, ചെയ്യുന്നവന്റെ ദൃഷ്ടിയിലല്ല. ആ ശാന്തരുദ്രനെ ഓർക്കൂ. മനസ്സ് ശാന്തമാകുന്നതാണ് എല്ലാ സാഹചര്യവും നിനക്കുള്ളതായി മാറും. ഒന്ന് വെറുതെ ഇരിക്കും സ്വാമി. ഓരോ തവണ കാണുമ്പോഴും ഇത് തന്നെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയില്ലേ? ഇതൊക്കെ മുൻപേ എനിക്ക് പറഞ്ഞു തരായിരുന്നല്ലോ. ആ മഹാബലശാലി മഹാരൂപി സമ്മതം തന്നാൽ മാത്രമേ എനിക്ക് നിന്നോട് എന്തെങ്കിലും പറയാൻ പാടുള്ളൂ. അല്ലാത്ത സമയത്ത്, ആവശ്യമില്ലാത്ത സമയത്ത് ഞാൻ എന്തെങ്കിലും നിന്നോട് പറഞ്ഞു പോയാൽ അത് നിനക്ക് നന്നല്ല. ശരി, ഇപ്പൊ പറയും ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറ. ഞാൻ എന്ത് ചെയ്താലാണ് ശരി, എന്ത് ചെയ്താലാണ് തെറ്റ്, എന്റെ മുന്നോട്ടേക്കുള്ള ലക്ഷ്യം എന്താണ്? പാർവതി രമണനെ പോലെ സന്തോഷത്തോടെ ഇരിക്കണം. ഗൗരി ശങ്കരനെ പോലെ ആനന്ദത്തോടെ ഇരിക്കണം. നീയും നിന്റെ അർദ്ധാംഗിയും അർദ്ധനാരീശ്വരരെ പോലെ ഇരുന്നാൽ പ്രണയത്തോടെ ഭയം ദൂരേക്കകന്നു പോകും. ആ നിന്റെ അർദ്ധാംഗിയിൽ നിന്ന് സർവസത്യവും മനസ്സിലാവുകയും ചെയ്യും. അവളുടെ ഒപ്പം സന്തോഷത്തോടെ, സമാധാനത്തോടെ, ആനന്ദത്തോടെ ജീവിക്കൂ. അവളുടെ കൂടെയുള്ള നിന്റെ ജീവിതം നിനക്ക് ജീവിക്കുവാനായിട്ടുള്ളതാണ്. നിന്റെ അർദ്ധാംഗിയാണ് സത്യം. അവളുടെ ഉള്ളിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ആ സത്യം നിന്റെ കൺമുമ്പിൽ വീഴുന്ന ദിവസം നിനക്കെല്ലാം മനസ്സിലാവുന്നതാണ്. അവളുടെ ഉടലിൽ അടങ്ങിയിട്ടുള്ള നിത്യസത്യം, മഹാസത്യം, നിന്റെ സതി തന്നെയാണ് നിന്റെ നിത്യസത്യം. അവളില്ലെങ്കിൽ പിന്നെ നിന്റെ ഒരുവിധ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടില്ല. അവളിൽ എല്ലാ സത്യവുമുണ്ട്. സ്വാമിജി, അങ്ങ് പറയുന്നത് മനസ്സിലാവൂ. അവളുടെ ഉടലിലുള്ള സത്യം എണീറ്റ് തല ഉയർത്തി നിൽക്കുമ്പോൾ അവൾ ആരാണ് എന്നത് നിനക്ക് മനസ്സിലാവും. ജയ് ഭോലേനാഥ്. എടാ, നമ്മുടെ കൂട്ടുകാരി സാമ്പ്രാട്ടും സാമ്പശിവനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സന്തോഷമായിരുന്നല്ലേടാ. നീ പറഞ്ഞ ശരിയാ, പക്ഷേ രണ്ടാളും നമ്മോടൊപ്പം ഇല്ലല്ലോ. എല്ലാവരും എത്തിക്കഴിഞ്ഞില്ലേ? ദിഗ്വിജയൻ എവിടെയാടാ നന്ദീശ? അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയാ നിങ്ങൾ എല്ലാവരെയും ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. കുറച്ച് ദിവസങ്ങളായിട്ട് മുതലാളിയെ കാണുന്നില്ല. അവനെന്താ കുഴപ്പം? കാശുണ്ട്, തോന്നുമ്പോ തോന്നിയിടത്തൊക്കെ പോയി ചുറ്റി അടിച്ചു നടക്കല്ലോ. ഇല്ലില്ല,
മുതലാളി എങ്ങോട്ട് പോയാലും എന്നോട് പറഞ്ഞിട്ടേ പോകാറുള്ളൂ. ഈ തവണ പക്ഷെ പറയാതെ പോയിരിക്കുന്നത്. ഞാനും ഒരുപാട് തവണ ഫോൺ ചെയ്ത് നോക്കി, അദ്ദേഹത്തിന് കിട്ടുന്നതേയില്ല. ആ, അവസാനം നിന്നോട് എന്ത് കാര്യത്തെക്കുറിച്ചാ സംസാരിച്ചത്? മറ്റൊരു കാര്യമല്ല, നാഗമാണിക്യത്തിന്റെ കാര്യം തന്നെയായിരുന്നു. അവസാന വഴിയിലെത്തുന്നു പറഞ്ഞു പോയ ആള് പിന്നെ തിരിച്ചു വന്നതേയില്ല. എന്ന് വെച്ചാ നാഗമാണിക്യം അവന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിരിക്കുവോ? അതുകൊണ്ടായിരിക്കും അവൻ മുങ്ങിയത്. ആയിരിക്കും, പക്ഷേ ആരോട് ചോദിച്ചറിയാനാ? ദിഗ്വിജയനോടല്ലേ ചോദിക്കാൻ പറ്റൂ. അതിന് അവനോടാ. അവൻ പറയുന്നുവെന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. അല്ല, അവൻ ഈ നാഗമാണിക്യത്തിന്റെ കാര്യത്തിൽ ആരുമായിട്ടാണ് കൂടുതൽ കോണ്ടാക്ട് ഉള്ളത്? ആരാ അവനെ സഹായിച്ചോണ്ടിരിക്കുന്നത്? അത് വേറൊരു ബാബയാണ്. എങ്കിൽ പിന്നെ അയാളോട് തന്നെ പോയി ചോദിക്കാമല്ലോ. ശരി, നടക്ക്, നമുക്ക് പോയി ചോദിക്കാം. ഇവിടെ അങ്ങ് വരെ കാണാനില്ലല്ലോ. ഈ സ്ഥലം കണ്ടിട്ട് ആകെ പേടിയാവുന്നു. ദേ, കത്തിച്ചു വെച്ചിരിക്കുന്ന കണ്ടില്ലേ? നന്ദീശ, ദിഗ്വിജയ് എപ്പോഴും ഇവിടേക്ക് വരാറുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോ ദിഗ്വിജയനുമില്ല, ബാബയുമില്ല. അല്ലടാ, നാഗമാണിക്യത്തിന്റെ ശക്തി ലഭിച്ചതിന് ശേഷം അവർ രണ്ടും കൂടെ എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ടു പോയി കാണുമോ? ഏയ് ചേ ഇല്ല. മുതലാളി എന്ന് പറഞ്ഞാ അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളല്ല. എന്നാലും ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എടാ, നാഗമാണിക്യം ഉള്ള സ്ഥലം അവന് നന്നായിട്ട് അറിയാം. അങ്ങനെ നോക്കിയാ നാഗമാണിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ദിഗ്വിജയുമായിട്ട് ബാബ ഇവിടെ പൂജയിലായിരിക്കും. ഇനി നാഗമാണിക്ക് അവിടെ ഇല്ലെങ്കിൽ അവന്മാരവിടുന്ന് തീർച്ചയായിട്ടും രക്ഷപ്പെട്ട് കാണും. നിങ്ങൾ വാ, നമുക്ക് പോയി നോക്കാം. അച്ഛനെ ഞാൻ കൊന്നു. പക്ഷെ അതിന്റെ കാരണം ശിവാനിയാണെന്ന് ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു പോയെന്ന് തോന്നുന്നുണ്ട്. അവൾക്ക് എന്തുമാത്രം സങ്കടമായിട്ടുണ്ടോ? അവളുടെ ഭാഗത്ത് എന്ത് തെറ്റുണ്ടായി? അവളെ കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്തും അവള് വെറുതെ ഇരിക്കായിരുന്നില്ലേ? ശിവാനി, എന്താ ഒരു വിഷമം പോലെ? ഒന്നുമില്ല. സോറി. എന്തിന്? സംഭവിച്ചു പോയ എല്ലാ കാര്യത്തിനും. എന്നുവെച്ചാ? ഞാൻ എന്തു പറയാന്? നീ വളരെ നല്ലവളാണ് ശിവാനി. മോശപ്പെട്ട ആൾക്കാര് നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമയത്തും നമ്മൾ വെറുതെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് തെറ്റ് തന്നെയാ. പക്ഷെ ഞാൻ നിനക്ക് വേണ്ടി നിന്റെ കാര്യത്തിന് ഫൈറ്റ് ചെയ്യുമ്പോൾ അത് ശരിയാണ്. അങ്ങനെയല്ലേ ശിവാനി? ത്രിവിക്രം ആയിക്കോട്ടെ, ഇനി നമ്മുടെ അച്ഛനായിക്കോട്ടെ, എല്ലാവരും നിനക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയവരെ. എന്നാൽ ഞാൻ അതൊന്നും തന്നെ മനസ്സിലാക്കാതെ വെറുതെ നിന്നെ തന്നെ കുറ്റം പറയുമായിരുന്നില്ലേ? ഞാൻ കാരണം അച്ഛൻ മരിച്ചു, അതിൽ നിന്റെ ഭാഗത്ത് തെറ്റില്ല. നീ എന്റെ ഭാര്യയല്ലേ ശിവാനി? എന്റെ കൺമുമ്പിൽ വെച്ച് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാ ഒരു ഭർത്താവിന്റെ സ്ഥാനത്ത് നിന്ന് ഇല്ല ശിവാനി, ഇവിടെ നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. നീ ഇനി ഒന്നും ആലോചിക്കണ്ട. നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കാണുമ്പോ എനിക്ക് സങ്കടം തോന്നാ. പ്ലീസ്, കാരണം നീയാണ് എന്റെ ലോകം ശിവാനി. നമ്മുടെ പ്രപഞ്ചം ഇതല്ല തൃശൂർ, നമ്മുടേത് നാഗലോകം. അത് നിനക്ക് മനസ്സിലാവണം. എത്രയും പെട്ടെന്ന് നിനക്ക് ഓർമ്മ വരാനായിട്ട് ഞാൻ പ്രയത്നിക്കാം. നിന്നെ എന്റെ ആദിശേഷനായിട്ട് മാറ്റണം. എന്നിട്ട് നാഗമാണിക്യവുമായിട്ട് നമുക്ക് നമ്മുടെ ലോകത്തേക്ക് തിരിച്ചു പോണം.
പിന്നെ നമ്മളെ സഹായിക്കാൻ വേണ്ടി മഹാമന്ത്രവാദിയായ ഒരു ഗുരുവിനെ വേണമെന്ന് പറഞ്ഞില്ലേ, ആ ഗുരുവിന്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. വാ പോ. അല്ല, ഞാനൊന്ന് പറയട്ടെ, ഇതുപോലൊരു കാട്ടിൽ അങ്ങനെ ഒരു ഗുരു എങ്ങനെ ഉണ്ടാവും? മഹാമാന്ത്രികർ ഒരിക്കലും മനുഷ്യരുടെ ഇടയിൽ ജീവിക്കാറില്ല, പ്രകൃതിക്കൊപ്പമാണ് ജീവിക്കുന്നത്. എന്തായാലും ഈ സ്വാമിജി നമ്മുടെ അന്വേഷണത്തിന് ഒരു പുതിയ വഴി ഒരുക്കി തരും. ശരിയാണോടെ? സ്വാമിയെ പറ്റി ശരിക്കും അന്വേഷിച്ചില്ലേ? നീ പറഞ്ഞ പോലെ എല്ലാം നന്നായി നടക്കുമല്ലോ. നടക്കുമെന്നുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. ആ മഹാശക്തിശാലിയായ ഗുരുജി ഈ കാട്ടിനുള്ളിൽ എവിടെയോ ഉണ്ട്. അതെവിടാണെന്ന് കണ്ടെത്തി അദ്ദേഹത്തിന്റെ കാലിൽ വീണ് നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് അതിന് പരിഹാരം ഉണ്ടാവും. ശരി തന്നെ, പക്ഷെ അദ്ദേഹത്തെ എവിടെ പോയി അന്വേഷിക്കും? നമ്മൾ ആരോട് ചോദിക്കും? അയാളാണോ? നീ പറഞ്ഞ സ്വാമി ആ വരുന്ന വയസ്സനാണോ? ഏയ്, ആവണമെന്നല്ലടാ പൊട്ട. അയാളെ കണ്ട സ്വാമിയെ പോലെ തോന്നുവോ? അതെ, ഒരു നിമിഷം. ആ മഹാസ്വാമിജി ഇല്ലേ, അത് ഈ കാട്ടിലാണോ ഉള്ളത്? അതേലോ. സ്വാമിജി എന്ന് വെച്ചാ ഈ നാടകമൊക്കെ കളിക്കുന്ന സ്വാമിയാണോ അതോ മായയും മന്ത്രമൊക്കെ കാണിക്കുന്ന സ്വാമിയാണോ? ഉള്ളങ്കയിൽ പ്രേതങ്ങളെ പിശാചുക്കളെ ഇട്ട് കളിപ്പിക്കുന്ന മഹാസ്വാമിജിയാണ്. തന്നെ എതിർത്ത് നിൽക്കുന്നവനെ നിഷ്കരണം കൊന്നുകളയുന്നവനാണ്. ഓഹോ, എന്ത് ബിൽഡപ്പാടാ തരുന്നത്? അയാളെ വിശ്വസിക്കുവാണെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യം നടത്തി തരുമെന്നാണോ? അദ്ദേഹം ആഭിചാരക്രിയയിൽ പ്രഗത്ഭനാണ്. ആഭിചാരം, ഹോമം എന്നീ കാര്യങ്ങളിൽ മുൻപന്തിയിലാണ്. യമനുമായിട്ട് പോരാടുന്ന സ്വാമിയാണ്. അത് കൊള്ളാലോ ചേട്ടാ. അദ്ദേഹം ഇപ്പൊ എവിടെയുണ്ട്? അദ്ദേഹം ഗുഹകളിലാണ് വസിക്കുന്നത്. കാട്ടിലെ ഗുഹയിൽ അദ്ദേഹം താമസിക്കുമ്പോ മൃഗങ്ങൾ ആക്രമിക്കില്ലേ? അദ്ദേഹത്തെ കാണുമ്പോ പുലി, സിംഹം, കടുവ എല്ലാം പൂജ പോലെ പതുങ്ങിക്കൂടുന്നേ. അതുകൊണ്ട് തന്നെ ഈ കാട്ടിനുള്ളിൽ ഒരു പ്രാണി പോലും ഇല്ല സാറേ. ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹത്തിന്റെ പേരുകൂടി. അദ്ദേഹത്തിന്റെ പേര് തക്ഷകനെന്നാ. അവനെ കണ്ടിട്ട് വിശ്വസനീയനാണെന്ന് തോന്നുന്നോ ദാക്ഷായണി? നീ വിശ്വസിക്കുന്നുവോ? ഇല്ല, അവന്റെ ഭാവവും അവന്റെ നോട്ടവും ഒക്കെ ഒട്ടും തന്നെ വിശ്വസനീയമല്ല. നിനക്ക് തോന്നിയത് തന്നെയാ എനിക്കും തോന്നിയത് കൃഷ്ണേ. അങ്ങനെയെങ്കിൽ അത്തരം ഒരാൾക്ക് പൂർവ്വരൂപം വീണ്ടെടുത്ത് കൊടുക്കാമെന്ന് എന്തിനു വാക്ക് പറഞ്ഞു? നിനക്കിഷ്ടമുള്ള തീരുമാനം, നിനക്ക് ദോഷമാകുന്ന തീരുമാനം ഞാൻ എടുക്കുവോ കൃഷ്ണേ? നമ്മുടെ ലക്ഷ്യം നിറവേറണമെങ്കിൽ അവൻ നമ്മളെ വിശ്വസിക്കണം. നമ്മൾ അവനെ വിശ്വസിക്കുന്നത് പോലെ പെരുമാറണം. ശരി, എങ്കിലും എനിക്കിപ്പോഴും വിശ്വാസം തോന്നുന്നില്ല. ഇത്രയും കാലം തപസ് ചെയ്ത് കാത്തിരുന്ന നാഗമാണിക്യത്തിലേക്ക് എത്താൻ ഇവൻ ഒരു വഴികാട്ടിയാകുമെന്ന് തോന്നുന്നു. എങ്കിലും നമ്മുടെ പ്രയത്നങ്ങൾ സഫലമായി കഴിഞ്ഞാൽ ഒടുവിൽ അവൻ നാഗമാണിക്യം എവിടെയാണെന്ന് കാട്ടിത്തരുമെന്ന് തോന്നുന്നുണ്ടോ? കാണിക്കാതെ ഇരുന്നാൽ നിന്റെ ദേഷ്യത്തിന് മുന്നിൽ അവൻ ബാക്കി ഉണ്ടാവുമോ കൃഷ്ണേ? അവൻ ഒരുപക്ഷെ എന്നെ പറ്റിച്ചേക്കാം, പറ്റിച്ച് രക്ഷപ്പെട്ടേക്കാം. എന്നാൽ നിന്നെ എതിർത്തുകൊണ്ട് അവന് ജീവിക്കാൻ സാധിക്കുമെന്നാണോ? നിന്റെ ശക്തി, നിന്റെ ബുദ്ധി, നിന്റെ യുക്തി, ഇതിന്റെയൊക്കെ സഹായം ഈ കാര്യത്തിന് നിന്നിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതി അവന് പൂർവ്വരൂപം കൊടുത്ത് നാഗമാണിക്യത്തെ പറ്റിയുള്ള രഹസ്യം അറിയാൻ ഞാൻ പ്രയത്നിക്കുകയാണ്. നീ കൂടെ ഉണ്ടാവില്ലേ കൃഷ്ണേ? തീർച്ചയായും ദാക്ഷായണി. എന്റെ ഇത്രയും നാളത്തെ സ്വപ്നങ്ങൾ, എന്റെ ഇത്രയും നാളത്തെ തപസ്, എന്റെ ഇത്രയും നാളത്തെ വ്രതമെല്ലാം സഫലമാകാൻ പോകുമ്പോൾ എന്റെ കോപമെല്ലാം അടക്കി വെച്ച് താഴ്മയോടെ ഇരിക്കും ഞാൻ. എന്താ ശിവാനി, നീ എന്താ ആലോചിക്കുന്നത്? നിന്നെ പറ്റിയല്ലാതെ പിന്നെ എന്താണ് എനിക്ക് ആലോചിക്കാനുള്ളത്? നിന്നോടുള്ള പ്രണയം എന്നും ഇതുപോലെ എന്റെ ഒപ്പം ഉണ്ടാവണം. അതൊന്നു മാത്ര ഞാൻ എന്റെ ദൈവത്തോട് ചോദിക്കുന്ന. എന്റെ വാക്ക്, എന്റെ പ്രണയം നിനക്ക് മനസ്സിലാവുന്നുണ്ടോ തൃശൂർ? ഞാനെന്താണെന്ന് എനിക്ക് തന്നെ മനസ്സിലാവാത്ത അവസ്ഥയെ. എന്റെ ഉള്ളില് 1000 ചോദ്യങ്ങളുണ്ട്. അതെല്ലാം എന്നെ വല്ലാതെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്റെ സംശയങ്ങൾ എന്നോട് ഞാൻ ആരാണെന്ന് ചോദിക്കുന്ന രീതിയിൽ എന്നെ ആക്കിയിട്ടുണ്ട്. അതെനിക്കറിയാം. എങ്കിലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി ശിവാനി,
എനിക്ക് നീ എന്താണെന്ന് മനസ്സിലായി. ഞാനും ഇപ്പൊ ദൈവത്തിനോട് അത് തന്നെ പ്രാർത്ഥിക്കുന്നത്. എന്റെ പ്രണയം ഇപ്പോഴത്തേക്കല്ല, എന്നേക്കുള്ളതാ. ഞാൻ എന്നും നിന്റെ കൂടെ ഉണ്ടാവും ശിവാനി.